ദൈവത്തിന്റെ വലിയ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നീണ്ട 15 വർഷങ്ങൾക്ക് ശേഷം ഈ ആലയത്തിലേക്ക് കടന്നു വരുവാനും നിങ്ങളോടൊന്നിച്ച് വീണ്ടും ദൈവത്തെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും തക്കവണ്ണം ദൈവം തമ്പുരാൻ തന്നിരിക്കുന്നതായ വലിയ കൃപയെ ഓർത്ത് ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. സമ്മിശ്രമായിരിക്കുന്ന വികാരങ്ങളോടുകൂടിയാണ് നിങ്ങളുടെ സന്നിധിയിൽ ഞാൻ നിൽക്കുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ ഈ ആലയത്തെ ശുശ്രൂഷിച്ചിട്ടുള്ളവരും ഈ ആലയത്തെ സ്നേഹിച്ചിട്ടുള്ളവരും ഈ ആലയത്തിന്റെ കെട്ടുപണിയിൽ ആദ്യോടൊന്ന് ഉത്സാഹിച്ചിട്ടുള്ളവരും നമ്മുടെ ഇടയിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോയിട്ടുള്ളതായ എന്റെ ഓർമ്മയിലുള്ള ഏറ്റവും സീനിയറായിട്ടുള്ളതായ മാണിയങ്ങളും ഏറ്റവും ജൂനിയറായിട്ടുള്ളതായ പ്രൈസ്കുയെ അതിന് മധ്യയുള്ളതായ വലിയ വിശ്വാസികളുടെ സമൂഹവും അങ്ങനെ ജീവിച്ചിരിക്കുന്നവരും നമ്മളിൽ നിന്ന് കടന്നുപോയവരുമായ വലിയൊരു വിശ്വാസ സമൂഹത്തിന്റെ മധ്യയിലാണ് ഞാനും നിങ്ങളും എല്ലാവരും നിൽക്കുന്നത്. ആ കൃപയെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും നമ്മുടെ വാങ്ങിപ്പോയവരെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും നാം ജീവിച്ചിരിക്കുന്ന നമ്മളുടെ ഓരോരുത്തരിലും ദൈവത്തിന്റെ വൻകൃപ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യും. ഇന്ന് നാം വായിച്ചു കേട്ടതായ വിശുദ്ധ ഏവങ്കേലിയോൻ ഭാഗം ശുഭമുള്ള ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 9 മുതലുള്ളതായ ഭാഗങ്ങളാണ്. ഇവിടെ കർത്താവ് പറയുന്നതായ ഒരു ഉപമയാണ് ഉത്തരവാദിത്വമില്ലാത്തതായ ഒരു കാര്യസ്ഥന്റെ ഗ്രഹവിചാരകന്റെ ഉപമ കർത്താവ് ഇവിടെ നമ്മെ പറഞ്ഞ് കേൾപ്പിക്കുകയാണ്. ഉത്തരവാദിത്വമില്ലാതെ ജീവിച്ചതായ ഒരു മനുഷ്യൻ അവൻ യജമാനാൽ പിടിക്കപ്പെടുന്നതായ സമയത്ത് കുറേയേറെ നാൾ പിടിക്കപ്പെടാതെ ജീവിച്ചെങ്കിലും അവസാനം ഒരു പ്രാവശ്യം യജമാനൻ അവനെ പിടിച്ച സമയത്ത് അവന് ഒരു നിർവാഹവുമില്ലാതെ ആയിപ്പോയി എന്ന് ആ ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവിടെ പറയുന്നത്, ഇനി ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യും? കിടപ്പാൻ എനിക്ക് പ്രാപ്തിയില്ല, കിടച്ച് ജീവിക്കാമെന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് അതിനുള്ള ആരോഗ്യം ഇനിയില്ല. എന്നാൽ ഇനി ഭിക്ഷ എടുത്ത് ജീവിക്കാമെന്ന് വിചാരിച്ചാൽ ഇത്രയും നാൾ ഞാൻ വലിയ ആളാ ചമ്മന്തിയെ ജീവിച്ചിട്ട് ഇനി ഭിക്ഷ എടുക്കാനായിട്ട് പോയി കഴിഞ്ഞാൽ എന്തോ ഒരു നാണക്കേടാണ്. അപ്പൊ കിടപ്പാനും പ്രാപ്തിയില്ല, ഭിക്ഷ എടുക്കാൻ രചിക്കുകയും ചെയ്യുന്നതായ ഒരു അവസരത്തിലാണ് പലപ്പോഴും ദൈവം തമ്പുരാൻ നമ്മളെ പിടിക്കുന്നത് എന്ന കാര്യം പ്രത്യേകമായിട്ട് നാം ഓർത്തുകൊള്ളുന്നത്. ക്രിസ്തീയ ഗ്രഹവിചാരകത്വം എന്ന് പറയുന്നത്, ക്രിസ്ത്യൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത്, അതിന്റെ അടിസ്ഥാനം 3 പ്രധാനപ്പെട്ട കാര്യങ്ങളിലാണ്. ഒന്ന്, നമ്മുടെ തന്നെ മാനേജ്മെന്റ് ആണ്. നാം നമ്മളെ എങ്ങനെ മാനേജ് ചെയ്യുന്നു ഈ ലോകത്തെ, നമ്മുടെ ശരീരത്തെ,
നമ്മുടെ മനസ്സിനെ, നമ്മുടെ ആത്മാവിനെ, ഇതിനെ മൂന്നിനെയും നാം എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നത് ഏറ്റവും അത് തുടക്കമാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യം. പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, 1 കൊരിന്ത്യർ 3:16 നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാകുന്നു, ദൈവത്തിന്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കുക. ഈ നമ്മളെ തന്നെ എന്തുമാത്രം വിശുദ്ധിയോടുകൂടി കാത്തു സൂക്ഷിക്കുവാനായിട്ട് സാധിക്കുമോ, അതാണ് ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ ഒന്നാമത്തെ പടി എന്ന് പറയുന്നത്. രണ്ടാമത്തെ പടിയാണ് നമ്മുടെ കുടുംബങ്ങളെ നാം എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളത്. മാനേജിംഗ് ഓഫ് ദി ഹൗസ് ഹോൾഡ്. യോശുവ പ്രവാചകന്റെ പുസ്തകം 24-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ യോശുവ പ്രത്യേകമായിട്ട് തന്റെ ജനത്തോട് നോക്കി പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാർ നടന്നതായ വഴികളിലും നിങ്ങളുടെ പിതാക്കന്മാർ ആരാധിച്ചിരുന്നതായ ആ ദൈവങ്ങളെയൊക്കെ ആരാധിക്കാനാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ നിങ്ങൾ പോയിക്കൊള്ളുക. പക്ഷേ ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. ഞങ്ങൾ ഇനി മുതൽ അങ്ങോട്ട് യഹോവയെ അല്ലാതെ മറ്റാരെയും സേവിക്കുകയില്ല. ഇത് കുടുംബജീവിതത്തിൽ വളരെ അത്യാവശ്യമായിരിക്കുന്നതായ രണ്ടാമത്തെ സംഗതിയാണ്. മൂന്നാമതായിട്ട് നമ്മെ ആക്കി വെച്ചിരിക്കുന്നതായ ദേശം, അത് ദൈവത്തിന് വേണ്ടി ക്ലെയിം ചെയ്ത് സമർപ്പിക്കുക എന്നുള്ളതാണ്. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ യഹോവ യോശുവയോട് അരുളി ചെയ്യുന്നുണ്ട്, നീ ദേശത്തിന്റെ നെടുകയും കുറുകയും നടക്കുക. ദേശത്തിന്റെ നെടുകയും കുറുകയും നടന്നു കഴിയുമ്പോൾ അത് നിനക്ക് സ്വന്തമായി തീരും. ഈ ദേശത്ത് ജീവിക്കുന്നവരായ നമ്മൾ ഈ ദേശത്തിന്റെ നെടുകയും കുറുകയും നടക്കുക എന്ന് പറയുമ്പോൾ അത് നെടുകയും കുറുകയും എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ കുരിശാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ കുരിശ് ഈ ദേശത്ത് നെടുകയും കുറുകയുമായിട്ട് നാം വരച്ച് കർത്താവിന് വേണ്ടിയിട്ട് ഈ ദേശത്തെ സമർപ്പിക്കുമ്പോൾ ഈ ദേശത്ത് അനുഗ്രഹങ്ങൾ ഉണ്ടാകും, ഐശ്വര്യങ്ങൾ ഉണ്ടാകും, എല്ലാവിധമായിരിക്കുന്ന പൈശാചിക ബന്ധനങ്ങളും കെട്ടുകളും പൊട്ടിപ്പോകും. ഈ 3 കാര്യങ്ങളാണ് ക്രിസ്തീയ മാനേജ്മെന്റിന്റെ അടിസ്ഥാനമായിട്ട് ഇരിക്കുന്നത്. ഈ ഉപമയിൽ കർത്താവ് പ്രധാനമായിട്ട് 3 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, കർത്താവ് നൽകുന്നതായ ഉപദേശം, അനീതിയുള്ള മാമനെ കൊണ്ട് നിങ്ങൾ സ്നേഹിതന്മാരെ സൃഷ്ടിച്ചു കൊള്ളണം. രണ്ടാമതായിട്ട് കർത്താവ് പറയുന്നു, അല്പത്തിൽ വിശ്വസ്തരായിരിക്കുന്നവരെ അധികത്തിന് കാര്യസ്ഥന്മാരാക്കി തീർക്കും. മൂന്നാമതായിട്ട് കർത്താവ് പറയുന്നു, നിങ്ങൾക്ക് 2 യജമാനന്മാരെ സേവിക്കാനായിട്ട് സാധിക്കുകയുള്ള, അങ്ങനെ ആരെങ്കിലും മിടുക്കന്മാരെന്നോ മിടുക്കികളെന്നോ ചിന്തിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് ശുദ്ധമണ്ഡലമാണ്, അങ്ങനെ സാധിക്കത്തില്ല എന്ന് കർത്താവ് ഉറച്ച് പറയുന്നു. ധനത്തിന്റെ ക്രയവും വിക്രയവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവിടെ ഈ ഭാഗം ആരംഭിക്കുന്നത്. പലപ്പോഴും ഈ ധനത്തെ കുറിച്ച് നാം കേൾക്കുന്നതായ പുസ്തകങ്ങളിലൊക്കെ ഈ ധനം അതിന്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ ധനം പാടില്ല എന്നൊക്കെ നാം പലപ്പോഴും കേൾക്കാറുണ്ട്. വേദപുസ്തകത്തിൽ കോൺട്രഡിക്ടറി ആയിട്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. വലിയ ധനവാന്മാർ വേദപുസ്തകത്തിലുണ്ട്, ദരിദ്രന്മാരും വേദപുസ്തകത്തിലുണ്ട്. ധനത്തെ നിന്ദിച്ച് കർത്താവ് പറയുന്നുണ്ട്, ധനവാനായ മനുഷ്യനെ ഭോഷായെന്നോ മൂഢായെന്നോ വിളിക്കുന്നുണ്ട്. എന്നാൽ അതിന്റെ അപ്പുറത്ത് ധനവാനായ മനുഷ്യനെ ദൈവം അനുഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് അബ്രഹാം വലിയ ധനികനായ മനുഷ്യനായിരുന്നു. ദൈവം അബ്രഹാമിനെ ധാരാളമായിട്ട് അനുഗ്രഹിച്ചു. ഈയോബ് വലിയ ധനവാനായ മനുഷ്യനായിരുന്നു. പുതിയ നിയമം എടുത്തു നോക്കിയാൽ പൗലോസ് വലിയ ധനവാനായ മനുഷ്യനും വലിയ വിദ്യാഭ്യാസമുള്ളതായ മനുഷ്യനുമായിരുന്നു. അപ്പൊ ധനമല്ല ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്. അടിസ്ഥാനപരമായിട്ട് ഈ ധനത്തെ നാം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് പ്രശ്നം. അല്പം കൂടി തെളിയിച്ചു പറഞ്ഞാൽ, ധനവും കർത്താവും കൂടി ഒരുമിച്ച് നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഏതിനെ നാം തിരഞ്ഞെടുക്കും എന്നുള്ളതാണ് പ്രശ്നം. അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, വലിയ ധനവാനായ മനുഷ്യൻ ഒരു കുറവേ ഉണ്ടായിരുന്നു, കുഞ്ഞുങ്ങളൊന്നുമില്ലായിരുന്നു. കർത്താവ് ആ കുറവ് കൂടി അത്
നാം ആണെങ്കിൽ എന്ത് ചെയ്യും? അയ്യോ, എനിക്ക് 500 ഏക്കർ റബ്ബർ തോട്ടമുണ്ട്, എനിക്ക് 3-4 സ്ഥാപനങ്ങളുണ്ട്, ഫാക്ടറികളുണ്ട്, 100 കണക്കിന് ജോലിക്കാരുണ്ട്, അങ്ങനെയുള്ളതായ സമ്പത്തുകളെല്ലാം ഉണ്ട്. അതെല്ലാം കൂടെ നോക്കി നടത്താനായിട്ട് എന്റെ കാലശേഷം ഈ ഒരു മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കർത്താവേ, നീ അതൊഴിച്ച് ബാക്കി എന്ത് ചോദിച്ചാലും ഞാൻ തരാം എന്നേ മറുപടി പറയുന്നുള്ളൂ. എന്നാൽ അബ്രഹാം അങ്ങനെയല്ല ചെയ്തത്. ഉവ്വ് എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ മകനെ കർത്താവിനെ ബലികഴിക്കുവാനായിട്ട് യാത്ര പുറപ്പെടുകയാണ്. ധനത്തെക്കാൾ കൂടുതലായിട്ട് ദൈവം തമ്പുരാന് പ്രാധാന്യം നൽകി എന്നതാണ് അവിടുത്തെ മഹത്വം എന്ന് പറയുന്നത്. യോബിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയായിരുന്നു. തന്റെ മക്കളെല്ലാവരും മരിച്ചു വീഴുമ്പോഴും, തന്റെ സമ്പാദ്യങ്ങൾ ഓരോന്നായിട്ട് ശത്രു കീഴടക്കി ഇല്ലാതെയാക്കുമ്പോഴും, ആടുകളും പാടുകളും എല്ലാം നശിച്ചു പോകുമ്പോഴും യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം മഹത്വപ്പെടുത്തപ്പെടട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കേൾക്കാതെ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നു എന്ന് നാം മനസ്സിലാക്കണം. ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് യേശു തമ്പുരാൻ പൗലോസ് ശൗലിനെ അടിച്ചു നിലത്തിട്ടപ്പോൾ, അതിനുശേഷം ശൗൽ പൗലോസായിട്ട് രൂപാന്തരം പ്രാപിക്കുമ്പോഴും പിന്നിലുള്ള സകലതിനെയും മറന്നുകൊണ്ട് തന്റെ ധനത്തെയും, പൗലോസ് വലിയ ധനികനായ മനുഷ്യനായിരുന്നു, തന്റെ വിദ്യാഭ്യാസ മഹിമയെയും എല്ലാം ഉപേക്ഷിച്ചിട്ട് എനിക്ക് പ്രശംസിക്കുവാൻ എന്തെങ്കിലും ഇനിയും എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അതിന്റെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പൗലോസ് ജീവിതം കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടിയിട്ട് മാറ്റിയിരിക്കുകയാണ്. അനീതിയുള്ള മാവനെ കൊണ്ട് സ്നേഹിതന്മാരെ സൃഷ്ടിച്ചുകൊള്ളുവാനായിട്ട് കർത്താവ് പറയുമ്പോൾ, പഴയ നിയമത്തിൽ ഒരു കഥാപാത്രമുണ്ട്. അനീതിയോടുകൂടി ധനം സമ്പാദിച്ചുകൊണ്ടിരുന്നതായ ഒരു സ്ത്രീ, രാഹാബ് എന്നാണ് അവരുടെ പേര്. വേശ്യാസ്ത്രീ ആയിരുന്നു. യോശുവ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. വേശ്യാവൃത്തിയും ലോഡ്ജിൽ നടത്തി ധാരാളം പണം ഉണ്ടാക്കിക്കൊണ്ടിരുന്നതായ ഒരു സ്ത്രീ ആയിരുന്നു. ഇസ്രായേൽ മക്കൾ യോർദാൻ ഇങ്ങേക്കരയിൽ ശിത്തീമിൽ വന്ന് പാളയമിറങ്ങുമ്പോൾ, അക്കരെ യെരിഹോ പട്ടണം പിടിക്കുവാനുള്ളതായ തന്ത്രങ്ങൾ മെനയുമ്പോൾ, യോശുവ എന്ന പടനായകൻ 2 പേരെ വിളിച്ചിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ അങ്ങേ പട്ടണത്തിൽ ചെന്ന്, യെരിഹോ പട്ടണത്തിൽ ചെന്ന് അതിന്റെ സൈനിക ശക്തിയും ബലവും ഒക്കെ ഒന്ന് ചാരവൃത്തി ചെയ്ത് കണ്ട് മനസ്സിലാക്കിയിട്ട് തിരികെ വരാനായിട്ട് 2 പേരെ അയച്ചു. ഈ 2 പേര് ആ പട്ടണത്തിൽ കയറുന്നത് രാഹാബ് എന്ന വേശ്യ സ്ത്രീയുടെ ഭവനത്തിലാണ്. അവിടെ വെച്ച് രാഹാബിന് ദുഷ്പ്രവൃത്തിയിൽ ജീവിച്ചിരുന്നതായ സ്ത്രീ ആയിരുന്നെങ്കിലും അവൾ ഈ ദൈവദാസന്മാരെ കണ്ടപ്പോൾ അവൾക്ക് മനസ്സിലായത് ദൈവത്തിന്റെ നിന്നുള്ളതായ ദൈവത്തിന്റെ മക്കളാകുന്നുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് അവർക്ക് 2 പേർക്കും രാഹാബിന്റെ ഭവനത്തിൽ അഭയം കൊടുത്തുകൊണ്ട് രാഹാബ് അവരോട് പറയുന്നതായ ഒരു പ്രാർത്ഥനയുണ്ട്, അപേക്ഷയുണ്ട്. ദൈവത്തിന്റെ മക്കളാകുന്ന നിങ്ങൾ ഈ ദേശം കീഴടക്കുമ്പോൾ ഒരൊറ്റ ഉപകാരം മാത്രം ചെയ്യണം. എന്റെയും എന്റെ മാതാപിതാക്കളെയും എന്റെ സഹോദരങ്ങളെയും അവർക്കുള്ളതിനെയും നിങ്ങൾ നശിപ്പിച്ചു കളയരുത്. അവരെ ഞങ്ങളെ വെറുതെ വിട്ടേക്കണം. വലതുഭാഗത്തെ കള്ളൻ ക്രൂശിൽ കടന്നുകൊണ്ട് പ്രാർത്ഥിച്ചതും ഇത് തന്നെയായിരുന്നു. കർത്താവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർത്തുകൊള്ളണമേ എന്ന്. രാഹാബിനറിയാം ദൈവത്തിന്റെ മക്കളാണ് വരാൻ പോകുന്നത്, യെരിഹോ പട്ടണം വീഴാൻ പോവുകയാണെന്ന്. അവൾ കനാന്യ സ്ത്രീയായിരുന്നു. എങ്കിലും അവൾ ദൈവത്തെ അവസാന നിമിഷത്തിൽ, പുതിയ നിയമത്തിലെ കനാന്യ സ്ത്രീ തന്റെ മകൾക്ക് വേണ്ടി നിലവിളിച്ചതുപോലെ ഇവിടെ പഴയ നിയമത്തിലും രാഹാബ് എന്ന കനാന്യ സ്ത്രീ തന്റെ കുടുംബത്തിന് വേണ്ടി നിലവിളിച്ചപ്പോൾ ആ കുടുംബത്തെ ഇസ്രായേൽ മക്കൾ യോശുവയുടെ നേതൃത്വത്തിൽ യെരിഹോ പട്ടണം കീഴടക്കിയപ്പോൾ നാം വേദപുസ്തകത്തിൽ വായിക്കുന്നത് അവരെ മാത്രം വെറുതെ വിട്ടു എന്ന് മാത്രമല്ല, അവരെയും ഇസ്രായേൽ മക്കളോട് കൂടെ ചേർത്തുകൊണ്ടു എന്നുമാണ് നാം വായിക്കുന്നത്. എബ്രായലേഖനം 11-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, വിശ്വാസത്താൽ രാഹാബും തന്റെ കുടുംബവും രക്ഷ പ്രാപിച്ചു എന്ന്. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 2-ാം അധ്യായത്തിൽ വായിക്കുന്നു, പ്രവൃത്തികളാൽ രാഹാബും തന്റെ കുടുംബവും രക്ഷ പ്രാപിച്ചു എന്ന്. വിശ്വാസവും അതിന്റെ പ്രവൃത്തിയും, വിശ്വാസത്താലും പ്രവൃത്തിയാലും മാമനെ മാറ്റി നിർത്തിയിട്ട്
പട്ടണം കീഴടക്കിയപ്പോൾ അവിടെയുള്ള സകലതും ഇസ്രായേൽ മക്കൾ ചുട്ടു നശിപ്പിച്ചു. എല്ലാം വൃദ്ധന്മാരെ മുതൽ കുഞ്ഞുങ്ങൾ വരെയുള്ള സകലരെയും വാളിനെ വായിക്കിരയാക്കി. രാഹാബിന്റെ കുടുംബത്തെ മാത്രമേ വെറുതെ വിട്ടുള്ളൂ. അപ്പോൾ ആ കൂട്ടത്തിൽ രാഹാബിനുണ്ടായതായ സമ്പാദ്യങ്ങൾ മുഴുവൻ നശിച്ചു. രാഹാബിന് വിഷമമില്ലായിരുന്നു. കാരണം അവൾ ധനത്തേക്കാൾ അവൾക്ക് നിത്യജീവൻ അവൾ ലഭിച്ചു എന്നുള്ളതായ സന്തോഷമായിരുന്നു അവൾ അവിടെ അനുഭവിച്ചിരുന്നത്. മാമനേക്കാൾ കൂടുതലായിട്ട് ദൈവത്തെ സ്നേഹിക്കുവാനായിട്ട് യേശുദാൻ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 33-ാം വാക്യത്തിൽ പറയുന്നു, മുന്നമേ അവരുടെ രാജ്യവും അവരുടെ നീതിയും അന്വേഷിച്ചു കൊള്ളുകയും അപ്പോൾ സകലവും യഥാസ്ഥാനപ്പെട്ടു വരും. ആദ്യമേ നമ്മുടെ ആവശ്യമല്ല ദൈവത്തോട് പറയേണ്ടത്, മറിച്ച് ദൈവത്തിന്റെ ആവശ്യം എന്താണ് എന്ന് നമ്മൾ അന്വേഷിച്ച് അതിന് പ്രകാരം നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിച്ച് നമുക്കുള്ള സകലവും മാറ്റിവെച്ചിട്ട് ദൈവത്തെ സ്നേഹിച്ച് അവനെ പ്രാപിക്കുവാനും അവനോട് കൂട്ടുകൂടുവാനും ഒക്കെ ആയിട്ടാണ് നാം ശ്രമിക്കേണ്ടിയിരിക്കുന്നത്. രണ്ടാമതായിട്ട് കർത്താവ് പറയുന്നത് അല്പത്തിലെ വിശ്വസ്തത എന്നുള്ളതാണ്. അല്പത്തിൽ വിശ്വസ്തനായിരിക്കുന്നവരെ അധീനത്തിന് കാര്യസ്ഥനാക്കി മാറ്റും. ഈ വിശ്വസ്തത എന്ന് പറയുന്നത് അത് നിയമത്തിൽ ഒതുക്കുവാനായിട്ട് ഒക്കുന്ന കാര്യമല്ല. എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് നാം അങ്ങോട്ട് നടന്നു പോകുമ്പോൾ വഴിയിൽ ഒരു കുപ്പിച്ചില് കിടക്കുന്നു. അത് എടുത്ത് മാറ്റണമോ മാറ്റണ്ടായോ എന്നുള്ളത് നമ്മുടെ തീരുമാനമാണ്. ചിലത് കാണുമ്പോൾ അതെടുത്ത് മാറ്റും, ചിലത് കാണുമ്പോൾ അത് കാണാതെ അത് മറികടന്ന് പോകും. ഈ കുപ്പിച്ചിലി എടുത്ത് മാറ്റണമെന്ന് ഈ ഒറീസ ഗവൺമെന്റിന്റെ നിയമവുമില്ല, ഇന്ത്യ ഗവൺമെന്റിന്റെ നിയമവുമില്ല, സഭയ്ക്കും അങ്ങനെ ഒരു നിയമമില്ല. അപ്പൊ ഈ നിയമം നമ്മൾ പാലിക്കണമോ വേണ്ടൊരു നിയമമില്ലാത്തത് കൊണ്ട് പിന്നെ ഉള്ളത് എന്താണ്? നമ്മുടെ ഇന്റഗ്രിറ്റിയാണ്, നമ്മുടെ വിശ്വസ്തതയാണ്. അത് വളരെ നിസ്സാരപ്പെട്ട ഒരു കാര്യമാണ്. അവിടെ നാം എങ്ങനെയാണ് ആ കാര്യം കൈകാര്യം ചെയ്യുന്നത്? നിസ്സാരപ്പെട്ട ഒരു മുള്ളോ ഒരു കുപ്പിച്ചിലോ മാറ്റുവാൻ തക്കവണ്ണമുണ്ടായ നല്ല മനസ്സ് നമുക്കുണ്ടോ? അതിനെയാണ് ദൈവം വിശ്വസ്തത എന്ന് പറയുന്നത്. അല്പത്തിലെ വിശ്വസ്തത, അതിന് ഏറ്റവും നല്ല ഉദാഹരണം യേശുക്രിസ്തു തന്നെയാണ്. യേശുക്രിസ്തു പറയുന്നുണ്ട്, ഒരുവിധം 100 ആടുകൊണ്ടിരിക്കട്ടെ, അതിൽ ഒന്ന് നഷ്ടപ്പെട്ടു പോയാൽ എന്ത് ചെയ്യും? 99 വിട്ടയച്ചിട്ട് ഒന്നിന്റെ പുറകെ പോകില്ലേ? കണ്ടുകിട്ടുമ്പോഴുണ്ടാകുന്ന സന്തോഷം അതെത്ര വലുതാണ്. ബ്രഹ്മഗുണം നഷ്ടപ്പെട്ടതായ സ്ത്രീ അത് കണ്ടുകിട്ടുന്നതുവരെയും വീട് മുഴുവൻ അടിച്ചു വാരി അത് കണ്ടുകിട്ടുമ്പോൾ അവർ അയൽക്കാരോട് ഒരുമിച്ച് സന്തോഷിക്കുന്നതായ സന്തോഷം എത്ര വലിയ സന്തോഷമാണ്. യേശുക്രിസ്തുവിന്റെ ജീവിതത്തിലും അത് പ്രാവർത്തികമാക്കി. കാണാതെ പോയ ആളുകളെ തേടിയാണ് യേശുദാൻ കാണുന്നത്. 100 ആളുള്ളവരെ ഒന്നത് പോയാൽ നമ്മളാണെങ്കിലോ സാരമില്ല, നമുക്ക് പോകട്ടെ, അതിന്റെ പോയാൽ നിനക്കാണ് നമ്മൾ പോകുന്നില്ല എന്നേ നമ്മൾ ചിന്തിക്കുകയുള്ളൂ. എന്നാൽ യേശുക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം 99-നേക്കാൾ പ്രാധാന്യം ഈ ഒന്നിനാണ്. അതാണ് വിശ്വസ്തത എന്ന് പറയുന്നത്. കാര്യം കേട്ടാൽ 99 ഉണ്ടല്ലോ, ഈ കരയാതെ 99 സന്തോഷിക്കുക, എല്ലാം പോയില്ലല്ലോ, ഒന്നെല്ലാം പോയോ, സാരമില്ല, അത് പോട്ടെ. നമ്മളും അങ്ങനെ ചിന്തിക്കുകയുള്ളൂ. കർത്താവ് അങ്ങനെയല്ല ചിന്തിച്ചത്. ആ ഒന്നിന്റെ പുറകെ പോയ കർത്താവിനെയാണ് നമുക്ക് ലഭിച്ചത്. നമുക്ക് ഒരിക്കലും ഈ വിശ്വസ്തത എന്ന് പറയുന്നത് ആരും പറഞ്ഞു തന്നിട്ടോ അല്ലെങ്കിൽ നിയമപ്രകാരം അനുഷ്ഠിക്കുവാനായിട്ട് സാധിക്കുകയോ ചെയ്യുന്നതായ ഒരു കാര്യമല്ല. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ കർത്താവ് അതാണ് പറയുന്നത്, ആ യേശുക്രിസ്തു ഒരാടിന്റെ പിന്നാലെ പോയ യേശുക്രിസ്തുവിന്റെ അതേ ഭാവം അത് നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ, ആ സ്വഭാവം നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്ന് കർത്താവ് പൗലോസ്ലീഹ പ്രത്യേകമായിട്ട് അവിടെ ഓർമ്മിപ്പിക്കുന്നു. പഴയ നിയമത്തില് നയമാന്റെ കുഷ്ഠരോഗം മാറുന്നതായ ഭാഗം നമ്മൾ രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിൽ 5-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അവിടെ എലീശ പ്രവാചകന്റെ ഏറ്റവും വിശ്വസ്തനായിരുന്നതായ ഗഹാസി സ്വർണം കണ്ടപ്പോഴത്തേക്കും വെള്ളി കണ്ടപ്പോഴത്തേക്കും ആഭരണങ്ങൾ കണ്ടപ്പോഴേക്കും ഭ്രമിച്ചുപോയി. നയമാൻ അരാം ദേശത്ത് നിന്ന് ഇസ്രായേൽ ദേശത്തേക്ക് വന്നത് ഇന്നത്തെ കണക്കനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഒരു 500 കിലോ വെള്ളിയും 750 പവൻ സ്വർണവും പിന്നെ ബാക്കി രത്നം ആഭരണങ്ങളെല്ലാം ഉണ്ട്.
ഇതെല്ലാം കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഗഹാസി ഒന്നിച്ചുപോയി. കുഷ്ഠരോഗമായിട്ട് നയമാൻ ഒരു കൈമുത്ത് എലീശയ്ക്ക് കൊടുക്കുവാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷേ എലീശ വാങ്ങുന്നില്ല, ഞാൻ മേടിക്കത്തില്ല. തിരിച്ചുപോയി. ഗഹാസിക്ക് എന്നിട്ടും നിൽപ്പും ഉടക്കുന്നില്ല. കുറെ കഴിഞ്ഞപ്പോ ഗഹാസി കുറെ ഓടിച്ചു നിന്നിട്ട് കള്ളത്തരം പറഞ്ഞ് നയമാന്റെ കയ്യിൽ നിന്ന് അല്പം വെള്ളിയും വസ്ത്രങ്ങളും വാങ്ങുന്നതായിട്ട് ആ ഭാഗത്ത് നാം വായിക്കുന്നു. തന്റെ വിശ്വസ്തത വെള്ളി കണ്ടപ്പോൾ, സ്വർണം കണ്ടപ്പോൾ ഇല്ലാതെയായിപ്പോയി. പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വസ്തത എവിടെയാണ് എന്ന് നാം നമ്മുടെ ഹൃദയങ്ങളെ ശോധന ചെയ്തുകൊണ്ട് മനസ്സിലാക്കണം. നമ്മുടെ വിശ്വസ്തത വെള്ളിയുടെ കൂട്ടത്തിലാണോ, അതോ സ്വർണത്തിന്റെ കണ്ടാലത്തിലാണോ, അതോ മറ്റൊന്നിലുമാണോ? നാം ശാന്തമായിട്ട് ചിന്തിക്കണം. മൂന്നാമതായിട്ട് കർത്താവ് അടിവരയിട്ട് പറയുന്നത്, രണ്ട് രാജാക്കന്മാരെ നിങ്ങൾക്ക് സേവിക്കുവാനായിട്ട്, രണ്ട് യജമാനന്മാരെ നിങ്ങൾക്ക് സേവിക്കുവാനായിട്ട് സാധ്യമല്ല. ശമൂവേൽ പ്രവാചകന്റെ 2-ാം പുസ്തകം 6-ാം അധ്യായം വായിക്കുമ്പോൾ 5-ാം അധ്യായത്തിൽ നാം കാണുന്നത് ദാവീദിനെ രാജാവായിട്ട് അഭിഷേകം ചെയ്തു. ആ 5-ാം അധ്യായത്തിന്റെ 2-ാം ഭാഗത്ത് നാം കാണുന്നത് ദാവീദ് 2 രാജ്യങ്ങളെയും, ഇസ്രായേലിനെയും ശമരിയെയും കൂടെ ഒരുമിച്ചുകൊണ്ട് തലസ്ഥാനം യെരൂശലേമായിട്ട് പ്രഖ്യാപിച്ചു. മൂന്നാമതായിട്ട് 5-ാം അധ്യായത്തിൽ തന്നെ നാം വായിക്കുന്നത് ദാവീദ് ഫിലിസ്ത്യരെ കീഴടക്കി. അപ്പോ രാജസ്ഥാനം കെട്ടി തലസ്ഥാനം ആയി പ്രഖ്യാപിച്ചു. ഇരിക്കാനുള്ള സിംഹാസനവും സൗകര്യങ്ങളും എല്ലാമായി ശത്രുക്കളെ എല്ലാവരെയും ഒതുക്കി അടിച്ചമർത്തി. ഇനി ഇപ്പൊ സുഖമായിട്ട് ജീവിക്കാൻ ആരെയും പേടിക്കേണ്ടതായ ആവശ്യമില്ല. ആരും നമ്മളെ തൊടാൻ കഴിയുകയില്ല. അപ്പൊ ഇനിയിപ്പോ എന്താ വേണം? ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാം, പള്ളി ഒന്ന് പുതുക്കി പണിയാം എന്ന് പറഞ്ഞുകൊണ്ട് ദാവീദ് കർത്താവിന്റെ പേടകം എവിടെയാണെന്ന് അന്വേഷിച്ചു. 6-ാം അധ്യായത്തിന്റെ തുടക്കത്തിൽ നാം വായിക്കുന്നു, ആ കർത്താവിന്റെ പേടകം അങ്ങ് ഫിലിസ്ത്യ ദേശത്ത് ബാൽ-യഹൂദ് എന്ന് പറയുന്ന ഒരുവന്റെ വീട്ടിൽ ഇരിപ്പുണ്ടായിരുന്നതാണ്. ശരി, നമുക്കതിവിടെ കൊണ്ടുവരാം എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ മുഷ്ടിയുടെ ബലവും സൈന്യബലവും തന്റെ ലോകപ്രകാരമുള്ളതായ ആർഭാടങ്ങളും ചാടകളും എല്ലാം കൂടെ കാണിച്ചുകൊണ്ട് ദൈവത്തിന്റെ ആലയം പണിയുവാനായിട്ട്, ദൈവത്തിന്റെ പെട്ടകം എടുക്കുവാനായിട്ട് പോയി. തിരിച്ചിങ്ങോട്ട് വരുന്നതായ വഴിക്ക് ഭയങ്കര ആരാധനത്തോടു കൂടിയാണ് വരുന്നത്. ഭയങ്കര ബഹളം, തപ്പും തമ്മിലും കിന്നരവും വാദ്യങ്ങളും ചെണ്ടമേളവും ശിങ്കാരി മേളവും എന്ന് വേണ്ട ഇല്ലാത്തതായ കോപ്രായങ്ങളൊന്നുമില്ലാത്തതായ, ഇന്ന് ചിലയിടത്തൊക്കെ നാം കാണുന്നത് പോലെയുള്ളതായ വലിയ ആശ്രയും വലിയ കോപ്രായങ്ങളും ബഹളങ്ങളും പെരുന്നാളിനോടനുബന്ധിച്ച് നടക്കുന്ന കാര്യങ്ങൾ. ദൈവത്തിന്റെ പേടകത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഈ കോപ്രായങ്ങൾ മുഴുവൻ കാണിച്ചുകൊണ്ട് ഇവർ കോപ്രായം എഴുതിയും ദൈവത്തിന്റെ പേടകം എഴുന്നള്ളിക്കുകയാണ്. എന്താണ് അവിടെ സംഭവിച്ചതെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാം. കാള വരണ്ടു. ദൈവത്തിന്റെ പെട്ടകം വഹിക്കുന്നതായ കാള വരണ്ടു. പെട്ടകം നിരത്ത് വീഴുമെന്നുള്ള കണ്ടീഷനായപ്പോൾ അബീനദാബിന്റെ മകൻ മൂസാവ് എത്തി അത് താഴെ വീഴാതെ പിടിക്കാനായിട്ട് ഇങ്ങനെ ആഞ്ഞു. അവൻ ദൈവത്തിന്റെ പേടകത്തെ പുറത്തതും ദൈവം അവനെ അടിച്ചു നിലനിർത്തുന്നു. അവിടെ വീണ് മരിച്ചു. അതിനുശേഷം ദാവീദ് ഭയങ്കരമായിട്ട് കോപിച്ചു. ആ ഭാഗം ഞാൻ വായിച്ചപ്പോൾ ഞാൻ അവിടെ നിർത്തിയിട്ട് ഞാൻ ചിന്തിച്ചു, ദൈവം ശിക്ഷിച്ചതല്ലേ, അതിന് നമ്മളെന്തിനാ കോപിക്കുന്നത്? ദാവീദെന്തിനാ കോപിച്ചത്? ദൈവം ശിക്ഷിക്കുന്നതോ? അപ്പൊ കോപിച്ചത് ആരോടാ? ദൈവത്തോടാണ് കോപിച്ചത്. അങ്ങനെ കോപിക്കാനായിട്ട് നമുക്ക് പറ്റുമോ? പറ്റില്ല. അപ്പൊ ദാവീദിനവിടെ കോപമുണ്ടായിരുന്നുണ്ടെങ്കിൽ അവിടെ ദൈവസാന്നിധ്യം ദാവീദിലുമില്ലായിരുന്നു, ആ വാസനയിലുമില്ലായിരുന്നു, ആ പ്രവർത്തനത്തിലുമില്ലായിരുന്നു എന്ന് വേണം നാം മനസ്സിലാക്കുവാനായി. അങ്ങനെ ദാവീദ് ഈ പെട്ടകമെടുത്ത് ഓബേദ്ഏദോമിന്റെ വീട്ടിൽ വെച്ചേച്ച് എന്തെങ്കിലും ഈ നാശം വരുന്നെങ്കിൽ ഓബേദ്ഏദോമിന് വന്നോട്ടെ, നമുക്ക് വേണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ട് വെച്ചിട്ട് ദാവീദിന്റെ കൂട്ടിൽ തിരിച്ചങ്ങ് അരമനയിലേക്ക് പോയി. കുറെ ദിവസം അത് കഴിഞ്ഞപ്പോഴേ കേട്ടു ഓബേദ്ഏദോമിന് ഭയങ്കര അനുഗ്രഹം. ഈ പെട്ടെന്ന് ഇരിക്കുന്നതോടുകൂടി
ആരും മരിച്ചതുമില്ല, ദാവീദ് മേൽക്കുമേൽ അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്തു. പ്രിയമുള്ളവരെ, എന്താണ് നാം മനസ്സിലാക്കേണ്ട നൽകിയത്? ദൈവത്തിന്റെ പെട്ടകത്തെ വെച്ചുകൊണ്ട് അതിന്റെ മുമ്പിൽ പിശാചിനെയും കൂടി ആരാധിക്കുവാൻ തക്കവണ്ണം ഒരിക്കലും നമ്മൾ തുനിയരുത്. ദൈവത്തിന്റെ ആലയത്തിൽ വരുമ്പോൾ ദൈവം മാത്രമേ കാണാവൂ. ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ. ദൈവം ഏക ദൈവമാകുന്നു. ശുദ്ധമുള്ള യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. യേശു ഏക ദൈവം. യേശു അല്ലാതെ വേറെ ദൈവമില്ല. മറ്റു കൽപ്പനയിലും പ്രധാനപ്പെട്ട കൽപ്പനയാണ് നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ അന്യ ദൈവം ഉണ്ടാകരുത്. രണ്ട് യജമാനന്മാരെ സേവിക്കുവാൻ തക്കവണ്ണം പ്രിയമുള്ളവരെ നാം ഒരിക്കലും ശ്രമിക്കരുത് എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, യേശുക്രിസ്തുവിനെ പ്രാപിക്കേണ്ടതിന് വേണ്ടിയിട്ട് മറ്റെല്ലാത്തിനെയും ഞാൻ ചപ്പറെന്നും എണ്ണുന്നു. ലേഖനം 3-ാം അധ്യായം 11-ാം വാക്യം. മറ്റെല്ലാത്തിനെയും ഞാൻ ചവറെന്നും എണ്ണുന്നു. കർത്താവ് മാർത്തയെ മറിയും കൂടി ഇരിക്കുമ്പോൾ പറയുന്നുണ്ട്, മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു. മാർത്തയെ നീ പലതിനെ ചൊല്ലി വ്യാകുലപ്പെടുന്നു. അതിന്റെ ഒന്നും ആവശ്യമില്ല, ഞാനുണ്ട്, ഞാൻ മതി നിനക്ക്. പ്രിയമുള്ളവരെ, ആ ഒരു വിശ്വസ്തതയിലേക്കും ആ ഒരു ഉത്തരവാദിത്വത്തിലേക്കും അനീതിയുള്ള മാമനെ വിട്ടിട്ട് യേശുവിനെ സ്നേഹിതനായിട്ട് സ്വീകരിക്കുവാൻ തക്കവണ്ണവും അല്പകാര്യങ്ങളിൽ വിശ്വസ്തയോടുകൂടി ഇരിക്കുവാൻ തക്കവണ്ണവും രണ്ട് യജമാനന്മാരെ ദൈവത്തെ വിശാലിനെ കൂടെ സ്നേഹിക്കാതെ ദൈവത്തെ മാത്രം സ്നേഹിച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ നിർമ്മിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.